നമസ്കാരം. എഎംഐഎമ്മിന്റെ അധ്യക്ഷനായ അസദുദ്ദീൻ ഒവൈസിക്കെതിരെ ബിജെപി കളത്തിലിറക്കിയിരിക്കുന്നത് ഒരു ഭരതനാട്യം നർത്തകിയാണ്. മുത്തലാഖിനെതിരെ ബിജെപിയുടെ പ്രചരണത്തിന് മുൻപിൽ നിന്ന മുഖമായിരുന്നു നർത്തകിയായ മാധവി ലത. എന്തായാലും ഹൈദരാബാദിൽ ബിജെപി മത്സരിപ്പിക്കുന്ന ആദ്യത്തെ വനിതാ സ്ഥാനാർത്ഥി കൂടിയാണ് മാധവി ലത എന്ന പ്രത്യേകതയുമുണ്ട്. അറിയപ്പെടുന്ന സാംസ്കാരിക പ്രവർത്തക കൂടിയാണ് ഭരതനാട്യം നർത്തകിയായ മാധവി ലത. ബിജെപിയുടെ ആദ്യ ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോൾ തന്നെ ഹൈദരാബാദിൽ ഒവൈസിക്കെതിരെ മാധവി ലതയുടെ പേര് ഇടം പിടിച്ചിരുന്നു. ഇപ്പോഴിതാ അസദുദ്ദീൻ ഒവൈസിയെ 1.5 ലക്ഷം വോട്ടിന് താൻ തോൽപ്പിക്കുമെന്നുള്ള മാധവി ലതയുടെ വാക്കുകൾ പങ്കുവച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒരു അഭിമുഖത്തിനിടയിലാണ് മാധവി ലതയുടെ ഭാഗത്തു നിന്നും ചില സുപ്രധാന പരാമർശങ്ങൾ ഉണ്ടായത്. മാധവി ലതയുടെ അഭിമുഖത്തിന്റെ പുനഃസംപ്രേഷണം എല്ലാവരും കാണണം, ആളുകൾക്ക് അത് അത്രമേൽ വിജ്ഞാനപ്രദമാകും, അത്ര കണ്ട് യുക്തിഭദ്രമായാണ് മാധവി ലത സംസാരിക്കുന്നതെന്ന് കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ എക്സിൽ കുറിച്ചിട്ടുണ്ട്. എന്നാൽ മാധവി ലത പറഞ്ഞത്, ഇന്നേ വരെ എന്നെ നേരിട്ട് കാണുകയോ അറിയുകയോ പോലും ചെയ്യാത്ത നരേന്ദ്രമോദി തന്റെ പ്രവർത്തനം, അതായത് സാമൂഹിക പ്രവർത്തനം മാത്രം മുൻനിർത്തിക്കൊണ്ടാണ് തനിക്ക് ഇത്തരത്തിലുള്ള ഒരു അവസരം നൽകിയത് എന്നാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അസദുദ്ദീൻ ഒവൈസിയെ താൻ തോൽപ്പിക്കുക തന്നെ ചെയ്യും. മാത്രമല്ല, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ മജ്ലിസ് പാർട്ടി ഹൈദരാബാദിൽ നിന്നും വിജയിച്ചു കയറിയത് ശരിയായ രീതിയിലല്ല എന്നുള്ള ഗുരുതരമായ ആരോപണം കൂടി മാധവി ലത മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും ഒവൈസിയുടെ ഒരു ഉറച്ച കോട്ടയാണ് ഹൈദരാബാദ് എന്ന് നമുക്കറിയാം. അവിടെ 1984 ഒവൈസിയുടെ പിതാവും പിന്നീട് 2004 മുതൽ ഒവൈസിയുമാണ് വിജയിച്ചു കയറിയിട്ടുള്ളത്. അങ്ങനെ മജ്ലിസ് പാർട്ടിക്കൊപ്പം മാത്രം, അല്ലെങ്കിൽ ഒവൈസി കുടുംബത്തിനൊപ്പം മാത്രം നിന്ന ഹൈദരാബാദ് മണ്ഡലം ഇക്കുറി മാധവി ലതയ്ക്കൊപ്പം വരുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. നിലവിൽ എന്തായാലും അവരവിടെ മുസ്ലിം സ്ത്രീകൾക്കിടയിലൊക്കെ കാര്യമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഈ മുത്തലാഖ് അടക്കമുള്ള വിഷയങ്ങളിൽ ശബ്ദം ഉയർത്തിയതോടുകൂടിയായിരുന്നു മാധവി ലതയുടെ പേര് കാര്യമായി തന്നെ ഹൈദരാബാദിൽ ഉയർന്നു വന്നത്. അതിന് തൊട്ട് പിന്നാലെയാണ് അപ്രതീക്ഷിതമായി ഇവരെ തേടി ബിജെപിയുടെ ടിക്കറ്റ് എത്തുന്നതും. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.